കൃപാസന അമ്മയുടെ ഈ അൽത്താരയിൽ കയറി നിൽക്കുവാനായിട്ട് എനിക്ക് അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുകുമാരനും ആദ്യമേ തന്നെ നന്ദി പറയുന്നു. എൻ്റെ പേര് അജിത. ഞാൻ വയലാറിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. 2018 ഒക്ടോബർ മാസം മുതലാണ് ഞാൻ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നത്. വളരെയധികം മാനസിക അസ്വാസ്ഥ്യത്തോടെ ജീവിതം മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ എൻ്റെ അമ്മയുടെ സഹോദരിയാണ് ഈ കൃപാസനം അൽത്താരയിൽ എന്നെ കൊണ്ടുവന്നത്. അന്നു തൊട്ട് ഇന്ന് വരെയും വളരെയധികം ചിട്ടയോടും ഈ ഉടമ്പടി ജീവിതത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു അണുവിട പോലും തെറ്റാതെയാണ് ഞാൻ മുന്നോട്ട് ഉടമ്പടി ജീവിതം കൊണ്ടുപോകുന്നത്. ഇന്ന് അമ്മയും എൻ്റെ തിരുകുമാരനും എനിക്ക് ഒരുപാട് ശക്തിയും ബലവും തരുന്നുണ്ട്. ഈ ജീവിതത്തിലും നിത്യതയിലും അമ്മയും തിരുകുമാരനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന. എനിക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളെന്ന് പറയാൻ, ഒന്നാമതായി ഞാൻ വലിയൊരു വാഹന അപകടത്തിൽ നിന്നാണ് രക്ഷപ്പെട്ടത്. അത് എറണാകുളത്ത് നിന്ന് കത്രിക്കടവിലുള്ള ബസ്സിന് ഞാൻ എൻ്റെ സ്റ്റോപ്പിൽ വന്നിറങ്ങുന്ന സമയത്ത് എൻ്റെ സാരി ഫുട്ബോർഡിൽ ഉടക്കി ഞാൻ വീഴേണ്ട ഒരു സാഹചര്യം, ബസ് ഓടിപ്പോകുന്ന സാഹചര്യത്തിൽ ഓട്ടോ സ്റ്റാൻഡായിരുന്നു. അവർ കൊട്ടി ബഹളം വെച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർ ബസ് നിർത്തിയത്. എപ്പോഴും ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയുടെ കാശ് രൂപം ഞാൻ എൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഞാനത് എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് ഞാൻ എപ്പോഴും യാത്ര പോകുന്നത്. അപ്പം ആ വലിയ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് എൻ്റെ തിരുകുമാരനും എൻ്റെ അമ്മയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ആ ബസ് ഓടിപ്പോയ സമയത്ത് ഞാൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ട, ഞാൻ അവിടെ ആരുമില്ല, ഓട്ടോ സ്റ്റാൻഡോ ആരുമില്ലാത്തൊരു സ്റ്റോപ്പിലാണ് ഞാൻ ഇറങ്ങേണ്ടത്. പക്ഷേ എന്തോ എൻ്റെ മനസ്സിൽ നിന്ന് പറഞ്ഞു അവിടെ ഇറങ്ങണ്ട, ഇപ്പറേ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ ഇറങ്ങി. അപ്പം അവരുടെ ഇടപെടൽ കൊണ്ടാണ് ഞാൻ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. കാരണം എൻ്റെ അമ്മയെ എന്നും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചാണ് കൊണ്ടുപോകുന്നത്. പുറത്തേക്ക് പോകുമ്പോൾ നേർച്ച വസ്തുക്കളായ ഉടമ്പടി ഉപ്പും തേനും തൈലവും ഞാൻ കുറച്ച് വെള്ളത്തിൽ ഒഴിച്ച് കഴിച്ചിട്ടേ ഞാൻ പോവുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എന്നും തിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അമ്മയുടെ ഒത്തിരി ഇവിടെ നിൽക്കുന്ന ആ രൂപം തന്നെ എൻ്റെ മെഴുകുതിരിയിൽ പല പ്രാവശ്യം വന്നിട്ടുണ്ട്. അതെൻ്റെ ഫോണിലുണ്ട്. അപ്പം അങ്ങനെ ഒരുപാട്, എൻ്റെ ഈ കുഞ്ഞ് 3 വയസ്സുള്ള സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് മരിക്കുന്നത്. അന്ന് വെറും 27 വയസ്സ് കഴിഞ്ഞ് എനിക്ക് വളരെയധികം ദുഃഖത്തിലാണ് ഞാനിവിടെ വരുന്നത്. ഇന്ന് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഒന്നുമില്ല. കാരണം എൻ്റെ അമ്മയും തിരുകുമാരനും എൻ്റെ കൂടെ തന്നെയുണ്ട്. ഒരു 100 പേര് എൻ്റെ ചുറ്റിൽ നിന്നും എന്നെ സംരക്ഷിക്കുകയും അതുപോലുള്ള ബലവുമാണ് എനിക്ക് തരുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ മതിലകത്ത് ലെപ്രസി വാർഡിൽ 15 അമ്മമാരുണ്ട്. അവരെ എല്ലാ മാസവും ഞാൻ കാണാൻ പോവുകയും അവർക്ക് വേണ്ടുന്ന എന്നെക്കൊണ്ട് കഴിയുന്ന ഭക്ഷണം വാങ്ങിച്ച് ഞാൻ കൊടുക്കുകയും അമ്മമാർക്ക് എല്ലാ മാസവും ഇവിടുത്തെ ഉപ്പ്, തേന് ഇതൊക്കെ ഞാൻ എത്തിച്ചു കൊടുക്കും. കുറേ സമയം ഞാൻ അവരുടെ കൂടെ ഇരുന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ പോരുന്നത്. അപ്പോൾ എൻ്റെ അമ്മ മരിച്ചുപോയി 2 വർഷമാകുമ്പോൾ എനിക്ക് 15 അമ്മമാരെയാണ് എനിക്ക് ഒരേപോലെ കിട്ടിയിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയും എല്ലാം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പത്രവിതരണം ചെയ്യുന്നത് വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാൻസർ വാർഡിലാണ്. ഞാൻ അവിടെ ഓരോരുത്തരെയും പോയി സന്ദർശിക്കുകയും അവരുടെ രോഗത്തിൻ്റെ അവസ്ഥ ചോദിച്ച് മനസ്സിലാക്കുകയും അവരുടെ ഫോൺ നമ്പർ, അവരുടെ സ്ഥലം ഇതെല്ലാം ഞാൻ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുപോന്നിട്ട് രാവിലെ 5:30-ക്കുള്ള പ്രാർത്ഥനയിലും അതുപോലെ വൈകുന്നേരത്തെ പ്രാർത്ഥനയിലും ഞാൻ അവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാറുണ്ട്. അവർ പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടായി. ഇന്നും ഞാൻ കാഞ്ഞിരമുറ്റത്തുള്ള ഒരു സഹോദരിയെ ഉടമ്പടി എടുപ്പിക്കാൻ വന്നതാണ്. അതേപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാരുണ്യ പ്രവൃത്തികളിലും മാതാവും തിരുകുമാരനുമാണ് എനിക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ധൈര്യവും എനിക്ക് തരുന്നത്.
ഞാൻ കൃത്യമായിട്ട് ബൈബിൾ വായിക്കാറുണ്ട്. ഒരു വചനമെങ്കിലും ഞാൻ ദിവസവും പലവട്ടം ഉരുവിട്ടാണ് ഞാൻ പുറത്തേക്ക് പോകുന്നതും. അതേപോലെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ ഈ ഉടമ്പടി ജീവിതം നയിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ മകൾക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അവൾക്ക് പറയാൻ കൊടുക്കുകയാണ്. ആദ്യം തന്നെ അമ്മയുടെ അൾത്താരയിൽ വന്ന് നിൽക്കാൻ സാധിച്ചതിൽ ഞാൻ ഒരുപാട് നന്ദി പറയുന്നു, അമ്മയ്ക്കും തിരുകുമാരനും. എൻ്റെ പേര് അഖിന. ഞാൻ 2025 ജൂൺ മാസമാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ആദ്യം തന്നെ എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഒരു വലിയ അനുഗ്രഹം കിട്ടിയിരുന്നു. എൻ്റെ അമ്മ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ആയിരുന്നു. ആ സമയത്ത് മൈഗ്രെയിൻ എന്ന തലവേദന കൊണ്ട് ഞാൻ 10 വർഷമായി ബുദ്ധിമുട്ടുകയായിരുന്നു. ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ഫീൽഡിൽ ഈ ഉറക്കമില്ലായ്മയെല്ലാം എന്നെ ഒരുപാട് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അമ്മ എന്നും പറയുമായിരുന്നു ജോസഫച്ചൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമെന്ന്. എന്നാലും എനിക്ക് വലിയ വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ എടുത്ത് സമാധാനം കണ്ടെത്തുക അങ്ങനെയായിരുന്നു. ഒരു ദിവസം അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്ക് സ്വിച്ചിട്ട പോലെ ഈ വേദന നിൽക്കുമായിരുന്നു. ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ എനിക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട് ഈ തലവേദന കൊണ്ട്. കുറേ നാളായിട്ട് തലവേദന കാണാതെ വന്നപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ മനസ്സിൽ പറഞ്ഞ്, അമ്മ ഞാനൊരു കുറച്ച് ചോക്ലേറ്റ് കഴിച്ച് നോക്കുവാണ്, ഞാൻ പരീക്ഷിക്കുമല്ല, എനിക്കൊരു ഉറപ്പിന് വേണ്ടിയാന്ന് പറഞ്ഞ്. സാധാരണ ഞാൻ ചോക്ലേറ്റൊക്കെ കഴിക്കുമ്പോഴത്തേനും എനിക്ക് ഒട്ടും എണീക്കാൻ പറ്റാത്ത സാഹചര്യം, BP ലോ ആകുക അങ്ങനെയൊക്കെ വരാറുണ്ട്. ഇത് ഞാൻ എത്ര കഴിച്ചിട്ടും എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അത്രയും വർഷങ്ങൾക്ക് ശേഷം ആസ്വദിച്ച് കഴിക്കുന്ന പോലെയായിരുന്നു. പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റാത്ത ഓരോ ഭക്ഷണ പദാർത്ഥങ്ങളും ഞാൻ കഴിച്ചു നോക്കി. ഇന്ന് 2.5 വർഷമാകുന്നു, എനിക്കൊരു ചെറിയ തലവേദന പോലും വരാറില്ല എന്നുള്ളതാണ് സത്യം. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കാറുണ്ട് ഒരുപാട്, എന്നാലും എനിക്കൊരു ചെറിയ തലവേദന പോലും വരാറില്ല. അതിന് ഞാൻ അമ്മയോടും തിരുകുമാരനോടും ആദ്യം തന്നെ നന്ദി പറയുന്നു. കൂടാതെ ഞാൻ വിദേശത്തേക്ക് പോകാൻ ഒരുപാട് നാളായി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അന്ന് ഞാൻ വെച്ചൊരു നിയോഗം അതുകൂടെ ആയിരുന്നു. ഒരു 60 പേരോളം അടങ്ങിയ ഇൻ്റർവ്യൂവിൽ എനിക്ക് 4ാമത് വരാൻ സാധിച്ചു. ഈ മാസം 6-ാം തീയതി ഞാൻ പോകേണ്ടതായിരുന്നു. അപ്പോഴാണ് യുദ്ധങ്ങളെല്ലാം തുടങ്ങിയത്. എന്നെ അതിൽ നിന്നും സംരക്ഷിച്ച് അമ്മയും ഈശോപ്പനുമാണ് എന്നെ രക്ഷിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തൊരു നല്ല ഡേറ്റിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. ഇത്രയൊക്കെ സാധിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയും മാതാവും തിരുകുമാരനും എനിക്ക് സാധിച്ചു തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. എല്ലാവരും ടെൻഷനായിട്ട് വിളിച്ചു പറയുമ്പോൾ ഞാൻ പറയും നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനത്തോടെ ഇരിക്കാം. അവിടെ നിന്നുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിക്കുമ്പോൾ പറയുന്നു ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെന്ന്. അപ്പോൾ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ മാതാവും തിരുകുമാരനും എന്നെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയതാണെന്ന്. അടുത്തൊരു നല്ല ഡേറ്റിന് വേണ്ടി ഞാൻ ഉടമ്പടി ജീവിതത്തിൽ തന്നെ ഇരുന്ന് അമ്മയോടും തിരുകുമാരനോടും പ്രാർത്ഥിക്കുന്നു. ഇത്രയും പറയാനായിട്ട് ഈ അമ്മയുടെ ഈ അൾത്താരയിൽ 2018 തൊട്ട് ഉടമ്പടി എടുക്കുന്ന വ്യക്തിയാണ്. ഒരുപാട് ദൈവാനുഭവങ്ങൾ എനിക്കുണ്ട്. പക്ഷേ എന്തോ എനിക്ക് അൾത്താരയിൽ കയറി നിൽക്കാനുള്ള ആ ഒരു കൃപ കിട്ടിയത് ഇപ്പോഴാണ്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, അമ്മേ എൻ്റെ ഇഷ്ടമല്ല യേശുവപ്പ, അവിടുത്തെ ഇഷ്ടമാണ് നിറവേറേണ്ടത്. ഞാൻ ഒന്നിനും വാശി പിടിക്കില്ല. എപ്പോഴാണ് തരാനായിട്ട് ഇഷ്ടം തോന്നുന്നത് അതെല്ലാം ആ സമയത്തു മതി. പല പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ ഒരിക്കൽ പോലും ഇന്നേ വരെ ഞാനൊരു കുറ്റം പറയാനോ ഒരു പ്രാർത്ഥിക്കാതിരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നിറവേറ്റിക്കൊണ്ടു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ കുഞ്ഞിനെ എനിക്ക് ഇവിടം വരെ എത്തിക്കാനായിട്ട് സാധിച്ചത്. ഈ അമ്മയുടെയും തിരുകുമാരൻ്റെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഇന്ന് എനിക്ക് വേദി ഒരുക്കി തന്ന എൻ്റെ അമ്മയോടും തിരുകുമാരനോടും 1000 നന്ദി പറയുന്നു. ഇന്ന് എൻ്റെ ഈ സാക്ഷ്യം ഞാൻ എൻ്റെ അമ്മയ്ക്കും തിരുകുമാരനും ഞാൻ സമർപ്പിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ.